ഒരു വളരെ കാലങ്ങൾക്ക് മുൻപേ ഒരു മുത്തശ്ശിയുടെ കൂടെ കുടപ്പുറത്ത് വരികയും ആ ചൈതന്യത്തിൻ്റെ കൂടെ 2 നാഗങ്ങൾ 2 കൈയിലായി ഉണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം. ആ 2 നാഗങ്ങൾ വെച്ചിരുന്ന സ്ഥലത്ത് ഇന്ന് ഈ തറവാടിൻ്റെ തൊട്ടടുത്ത് തന്നെ 2 നാഗക്ഷേത്രവും അതിനോട് കൂടെ അവരുടെ തറവാട്ടിന് നടുമുറ്റത്ത് ദേവി ചൈതന്യത്തെ ആരാധിച്ചു വരുന്നു. ഞാൻ കുട്ടിയിലെ എൻ്റെ അച്ഛൻ്റെ കയ്യും പിടിച്ചു വന്നിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. അച്ഛൻ മരണപ്പെട്ടതിൻ്റെ ശേഷം ഞാനാണ് നടത്തിയിരുന്നത്. വേറെപ്പോൾ ഐതിഹ്യം എന്നറിയാൻ പലതും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പണ്ട് വസുവിന് ഉണ്ടായ സമയത്ത് എനിക്ക് ഉള്ള അനുഭവം പറയാണ്. അവിടെ എല്ലാവർക്കും ഉണ്ടായി. ഒടുവിലാണ് എനിക്കുണ്ടായത്. അത് നോക്കുന്ന ആൾ വന്നിട്ട് പറഞ്ഞു, വളരെ വിഷമായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അച്ഛൻ അങ്ങനെയാണ് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാനിത് നിർത്തുകയാണ് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നോട്ടക്കാരൻ വന്ന് നോക്കി നോക്കുമ്പോൾ മേല് യാതൊന്നുമില്ല. അതായത് ഭഗവതിയെ വിളിച്ച് നിലവിളിച്ചു എന്നാണ് അച്ഛൻ പറഞ്ഞത്. അതിൻ്റെ ശേഷം ഒന്നും ഉണ്ടായിട്ടില്ല. ആ ആഴ്ചയിൽ തന്നെ കുളിക്കുകയും ചെയ്തു. അന്ന് ഞാൻ അടിയന്തരം നടത്തിയിരുന്ന അന്ന് ഉണ്ടായിരുന്ന സമ്പാദ്യം 25 പൈസയായിരുന്നു. ഇന്നത് വലുതായി അമ്മയുടെ സഹായത്തോടു കൂടെ ഇവിടെ വളരെ വളരെ വളരെയധികം പുരോഗമനം വന്നിട്ടുണ്ട്.